ഹായ്, ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സ്വിസ് മെറിംഗ് ബട്ടർ ക്രീമാണ്. നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കേക്ക് പൈപ്പൊക്കെ ചെയ്യില്ലേ, ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്യില്ലേ, അങ്ങനെ പൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സ്വിസ് മെറിംഗ് ബട്ടർ ക്രീം ഉണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മൾ കുഞ്ഞിലെ വെച്ചിട്ട് സ്ഥിരം ബർത്ത്ഡേ കേക്കൊക്കെ മേടിക്കുമ്പോൾ ഓവർ മധുരമായിട്ടുള്ള ടൈപ്പ് ക്രീം കേക്ക് നമ്മൾ മേടിക്കാറില്ല. പണ്ട് നമ്മൾ കുഞ്ഞിലെ വെച്ചിട്ട് അതൊരു അമേരിക്കൻ ബട്ടർ ക്രീം എന്ന് പറയും. അത് ഭയങ്കര സ്വീറ്റ്, നമുക്കത് കഴിക്കാൻ നമ്മൾ പൊതുവേ വലിയൊരു ആദ്യം കഴിക്കാറുണ്ട്. അതേപോലെയല്ല സ്വിസ് മെറിംഗ് ബട്ടർ ക്രീം, അത് ഭയങ്കര ഓവർലി സ്വീറ്റാണ്. ഇതാണെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിനൊക്കെ കഴിക്കുന്നേക്കാളും ഒരു പൊട്ടിക്ക് മധുരം കൂടുതലുണ്ടാവുള്ളൂ. അത് നല്ല സിൽക്കി ടെക്സ്ചറും നല്ല അടിപൊളിയാട്ടോ, നല്ല രസം അത് ഈ ക്രീം കഴിക്കാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ റെസിപ്പിക്ക് നമുക്ക് മുട്ടയുടെ ഉണ്ണിയും മുട്ടയുടെ വെള്ളയും സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ ഈ റെസിപ്പിയിൽ ഉപയോഗിക്കണുള്ളൂ. തന്നെ നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി സെപ്പറേറ്റ് ചെയ്യാം. എഗ്ഗ് തണുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ണി പൊട്ടി പോവില്ല, അല്ലെങ്കിൽ മുട്ടയുടെ ഉണ്ണി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഈ എഗ് ഷെല്ല് വെച്ചില്ലെങ്കിൽ സെപ്പറേറ്റ് ഈ എഗ് ഷെല്ലിലേക്ക് എഗ് യോക്ക് എടുക്കാം, മുട്ടയുടെ ഉണ്ണി എടുക്കാം. എന്നിട്ട് ഇത് ഇപ്പൊ തന്നെ നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഇനി എഗ് ഷെല്ല് വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈ വെച്ചിട്ടായാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മുട്ടയുടെ ഉണ്ണിയുടെ കുറച്ച് അംശമെങ്കിലും ഈ എഗ് വൈറ്റിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്താൽ അത് ശരിയായി വരില്ല. അതുകൊണ്ടാണ് ഓരോ എഗ്ഗും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കൊരു 5 മുട്ടയുടെ വെള്ള, അത് വലിയ മുട്ടയാണെങ്കിൽ 5 എണ്ണ അല്ലെങ്കിൽ 6 മുട്ടയുടെ വെള്ള എടുക്കുക, സെപ്പറേറ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മളിനി ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എഗ് വൈറ്റ് എടുത്തേക്കുന്ന ബൗളുണ്ടല്ലോ, അതിൻ്റെ അടിവശം ഈ ബോയിലിംഗ് വാട്ടറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഹീറ്റ് ഈക്വലി ട്രാൻസ്ഫർ ആവും. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഷുഗർ ഇതിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ആയെന്ന് അർത്ഥം. തെർമോമീറ്റർ ഉള്ളവർക്ക് തെർമോമീറ്ററിൽ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആവണമെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യാൻ നോക്കിയാൽ മതി. പഞ്ചസാരയുടെ തരി കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആ മിക്സറിനായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബ്രിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഒരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു വാമായിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ മിക്സ്ചർ അങ്ങ് മാറ്റി വയ്ക്കാം. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഷുഗറിന് ഗ്രെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഷുഗറിന്റെ തരികളൊന്നും കൈമ വരാൻ പാടില്ല. പിന്നെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇട്ട് നമ്മുടെ റിസ്റ്റിന്റെ ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരിയൊരു ചൂട് മാത്രമേ തോന്നാൻ പാടുള്ളൂ, വളരെ നേരിയതായിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ആയി. അല്ലെങ്കിൽ തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടിട്ടുണ്ട്. തെർമോമീറ്റർ ഇല്ലാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞത്. ഞാൻ തെർമോമീറ്റർ ഉപയോഗിക്കാം. നമ്മൾ കൂടുതൽ നേരം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ് വൈറ്റ് ഒക്കെ കുക്കായി പോകും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 70 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഈ എഗ് മിക്സ്ചർ നമ്മൾ ബീറ്റ് ചെയ്യും. ബീറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ് പീക്കാക്കും. ആ സമയത്ത് 2 കാര്യമാണ് നടക്കണേ. ഇതിൻ്റെ വോളിയം ഡബിൾ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ 70 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ ഇരിക്കണേ, ആ ടെമ്പറേച്ചർ നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്യും. സോഫ്റ്റ് പീക്ക് ആയതിനു ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. നമ്മള് ബട്ടർ ആഡ് ചെയ്യണം. ബട്ടർ ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അതെ, ആദ്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കിന് ആദ്യം ഇട്ടു. ഇത് ബീറ്റ് ചെയ്തെടുക്കും. ഇപ്പൊ നമ്മൾ ചേർത്തേക്കുന്ന ബട്ടർ ഇനി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം. ഓരോ ടേബിൾ സ്പൂണായിട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സും ബീറ്റ് ചെയ്തിട്ട് ഇത് ക്രീമായിട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈ ബട്ടറൊക്കെ മെൽറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നോളും. ക്രീമായി വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് വരണം ആ ക്രീമിൻ്റെ ടെക്സ്ചർ. ഈ സമയത്ത് നിങ്ങൾക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീമും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാട്ടോ ഇത്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ലെവൽ ശരിയല്ലെങ്കിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ പീസ് ഉണ്ടായിരുന്നു, ആ പീസ് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ഹൈറ്റൊക്കെ ഞാൻ കറക്റ്റ് ആക്കി കേട്ടോ. ഈ കേക്കിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് നല്ല ലെവലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് അവസാനമാകുമ്പോൾ നല്ല ഫിനിഷിങ് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കേക്ക് കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കേക്കിൻ്റെ തരികളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ ആ തരി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ, അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളൊരു ക്രം കോട്ടിങ്, ഒരു ചെറിയൊരു കോട്ടിങ് കൊടുക്കും. ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട്. ടോപ്പ് പോർഷനിൽ കൊടുക്കേണ്ട കാര്യമില്ല, ഈ സൈഡുകളിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് കേട്ടോ. തീം കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ബട്ടറിൻ്റെ ഈ കവറിങ് കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്തേക്കുന്ന ഫില്ലിങ്സ് പുറത്തേക്ക് വരാതെയും നോക്കും. അതേപോലെ തന്നെ കേക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികൾ അവിടെ തന്നെ പ്രോപ്പർലി സ്റ്റിക്ക് ചെയ്തിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആ ബട്ടർ ഒന്ന് സെറ്റാക്കണം. നമ്മൾ ഫുട്ബോൾ തീം കേക്കാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ കോട്ടിംഗ് ആണ് കൊടുക്കണേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജെൽ കളറാണ്. ലിക്വിഡ് കളേഴ്സും കിട്ടും, ജെൽ കളേഴ്സ് കിട്ടും. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെൽ കളറാട്ടോ. അപ്പോൾ ജെൽ കളർ കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. കുറച്ച് ജെൽ കളർ ആഡ് ചെയ്ത് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഇനിയും കളർ കുറച്ചും കൂടി കളർ ഡീപ്പ് ആക്കണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ആ ക്രീം വെച്ചിട്ട് കേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. വലിയ ഭംഗിയൊന്നും നോക്കണ്ട, ജസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് കവറിങ് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുക ഒരു പൈപ്പിംഗ് ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കേക്ക് കവർ ചെയ്യാറ്. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേക്ക് മൊത്തം കവർ ചെയ്തെടുക്കുക. അത് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിക്കാം. കേക്ക് ഫുള്ളും കവറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നല്ല പുതിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു സ്കെയിൽ മേടിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഓരോ സൈഡും സ്ക്രേപ്പർ വെച്ച് സ്ക്രേപ്പ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്ക്രേപ്പർ ക്ലീൻ ചെയ്തെടുക്കും വേണം. അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂടുവെള്ളത്തിലേക്ക് ഈ സ്ക്രേപ്പറിൻ്റെ എഡ്ജ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടർ ആ സ്ക്രേപ്പർ ടച്ച് ചെയ്യണം. അവിടുത്തെ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റനായിട്ട് നമുക്കിങ്ങനെ സ്ക്രേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ ബട്ടർ ക്രീമിൻ്റെ ഭയങ്കര തിൻ കോട്ടിങ് ആക്കിയിട്ടാണ് എടുത്തേക്കണത്. കാരണം ഗ്രീൻ കളറൊക്കെ ഉള്ള കേക്ക് കഴിക്കുമ്പോൾ കുട്ടികളുടെ ടങ്കൊക്കെ സ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ തിൻ കോട്ടിംഗ് ആണ് കൊടുത്തേക്കണത്. ശരിക്കും കുറച്ചും കൂടി തിക്കായിട്ട് കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാൻ. ഇനി ഞാൻ ഈ ഫുട്ബോൾ ഫീൽഡ് കേക്കിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് മേലെയാണ് ഞാൻ ബട്ടർ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്ത് ഞാൻ ഫീൽഡ് വരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി കുഞ്ഞു ഫുട്ബോൾ ഫിഗേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതതിൽ നമുക്ക് കേക്കുമ്പോൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വിത്ത് കപ്പ് കേക്കാണ്. അപ്പോൾ ഞാൻ കപ്പ് കേക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ബർത്ത്ഡേ ബോയുടെ പേര് എഴുതിയേക്കണം കേട്ടോ. ഈ കേക്കിന് മേലെ ഞാനൊരു ഫുട്ബോൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഫുട്ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഹെമിസ്ഫിയറിലുള്ള ഒരു കേക്ക് പാനിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കൂടി ഞാനൊരു വുഡൻ സ്ക്രൂ വെച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ, നല്ല റൗണ്ടാക്കി ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിനൊരു ബട്ടർ ക്രീമിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ബട്ടർ ക്രീം ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ഈ സെറ്റായ ബട്ടർ ക്രീമിനെയാണ് നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഈ ഫുട്ബോളിൻ്റെ ഡിസൈൻ ഒന്ന് നമ്മൾ വരച്ചെടുക്കുക.
എനിക്ക് ഡയറക്റ്റ്ലി ഈ ഫുട്ബോളിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എന്നെക്കൊണ്ട് നടക്കണ്ടായില്ല. ഞാൻ പക്ഷേ അങ്ങ് ഒപ്പിച്ചെടുക്കുക ചെയ്തേ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ ഫൗണ്ടൻ ഷീറ്റിൽ പെൻറ്റഗണോ എക്സഗണോ ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോളും നമുക്ക് വന്ന് സ്റ്റിക്ക് ചെയ്യായിരുന്നു ഏറ്റവും എളുപ്പം. എനിക്ക് പിന്നെ അത് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ബട്ടർ ക്രീമിൽ അങ്ങ് ചെയ്ത് അവസാനിപ്പിച്ചെടുക്കുക ചെയ്തേ. ഞാനിവിടെ ഒരു സ്റ്റാർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫില്ലിങ് കൊടുക്കണേ. ഞാൻ സ്റ്റാർ ടിപ്പിൻ്റെ സ്റ്റാർ ഡിസൈൻ വരാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തേക്കണം കേട്ടോ. ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജെൽ കളേഴ്സ് യൂസ് ചെയ്യണം ബട്ടർ ക്രീമൊക്കെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല സാധാരണ ഈ ജെൽ കളേഴ്സ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായി വരും കളേഴ്സ്. അപ്പോൾ നമ്മൾ ബട്ടർ ക്രീമൊക്കെ കളർ ചെയ്യുമ്പോൾ ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ നമുക്ക് കിട്ടും. ശരിക്കും ഈ ഫുട്ബോളിൽ വൈറ്റ് കളറൊക്കെ എക്സഗണും ബ്ലാക്ക് കളർ പെൻറ്റഗണും ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ വരച്ച് വന്നപ്പോൾ ചിലത് എക്സഗണും ചിലത് സ്ക്വയർ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ കാണുന്ന അത്ര എളുപ്പമില്ല ഇത് വരച്ച് വരുമ്പോൾ. അത്യാവശ്യം നമുക്കൊന്ന് വരയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിലാട്ടോ ഇത് വരച്ചങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് പിന്നെ ഓൾറെഡി ഞാൻ കേക്കും കപ്പ് കേക്കും ഒക്കെ ഒറ്റ ദിവസം തന്നെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് മടുത്തു തുടങ്ങി. അത് പിന്നെ ഞാനങ്ങ് ജസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കേക്ക് ഉണ്ടാക്കിയിട്ട്. നമ്മൾ ഈ ഫുട്ബോൾ കേക്കിലേക്ക് 2-3 സ്റ്റിക്സ് യൂസ് ചെയ്ത് നല്ലോണം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ബോൾ അങ്ങ് ഉരുണ്ട് പോവും. പ്രത്യേകിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ